റേഡിയോ സുനോ 91.7 എഫ്എമ്മിന്റെ FB ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നോടൊപ്പമുള്ള അതിഥിയെ വലിയൊരു മുഖവുരയുടെ ഒരാവശ്യമില്ല പരിചയപ്പെടുത്താനെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഫിറോസ് കുന്നുംപറമ്പിലാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ പല FB ലൈവുകളും തുടങ്ങാറുള്ളത്. മറ്റുള്ളവർക്ക് തണലാവുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലുമൊക്കെ ഇടപെട്ട് മറ്റുള്ളവർക്ക് തണലാകുന്ന ശ്രീ ഫിറോസ് കുന്നുംപറമ്പിലാണ് ഇന്ന് റേഡിയോ സുനോ 91.7 എഫ്എമ്മിന്റെ സ്റ്റുഡിയോയിലെത്തി അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഈ സ്റ്റുഡിയോയിൽ ധന്യമാക്കുന്നത്. തീർച്ചയായും പറഞ്ഞോളൂ, എന്താണ് ഖത്തറിലെ ആഗമന സ്വാഗതം ആദ്യത്തെ? ഖത്തറില് തണൽ സാംസ്കാരിക വേദിയുടെ ഒരു വാർഷിക പ്രോഗ്രാം ഉണ്ട്. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നതാണ്. മുഖ്യാതിഥിയായിട്ട് തണലിന്റെ കാര്യം പറയുമ്പോൾ മറ്റുള്ളവർക്ക് തണലാവുന്ന ഒരാളാണല്ലോ താങ്കൾ. ഒരുപാട് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവുമെങ്കിലും നമ്മളുടെ റേഡിയോ സുനോയുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്, അറിയാൻ മറ്റുള്ളവർക്ക് കൂടുതൽ പ്രചോദനമാവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം? ഞാൻ അറിഞ്ഞിടത്തോളം ഒരു വിശപ്പിന്റെ കഥയിൽ നിന്നാണ് താങ്കൾ ഈ ഒരു സമൂഹ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതിനുള്ള ഒരു തുടക്കം. അതൊന്നും പറഞ്ഞു. അതില് ഞാനിപ്പോ ജനിച്ച അന്ന് മുതൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു 10-20 ആ ഒരു സമയം വരെയും ഒരുപാട് പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും പട്ടിണിയൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതമാണ്. അപ്പോ അങ്ങനെ തന്നെ സ്വന്തമായിട്ട് വീടില്ല, അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ജീവിച്ചു വന്ന സാഹചര്യങ്ങളൊക്കെ. ഇതിലേക്ക് ഇറങ്ങുന്ന സമയത്തും ഞാനൊരു വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോ ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് രാത്രിയിൽ ഭക്ഷണം കൊണ്ടുപോകണം. അത് ഒരു ബാക്കിയുള്ള ഭക്ഷണമായിരുന്നു. അത് വീട്ടിലേക്ക് ഞാനത് അങ്ങനെ കൊണ്ടുപോയായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ നാട്ടില് ആലത്തൂർ ടൗണില് റോഡ് വക്കില് ഒരു പ്രായമായിട്ടുള്ള ഒരാള്, വൃദ്ധനായ മാനസിക രോഗിയായ ഒരാള് ഇങ്ങനെ റോഡിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ രാത്രി ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ അയാളോട് ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ അയാൾ കഴിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ എന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പൊതി, മൊത്തം 2 പൊതി ഭക്ഷണം ഉണ്ടായിരുന്നത്, അതിലൊരു പൊതി ഭക്ഷണം ഞാൻ അയാൾക്ക് കൊടുത്തു. അപ്പോഴാണ് മറ്റൊരാള്, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള സാമാന്യം നല്ല രീതിയിൽ വസ്ത്രധാരിയൊക്കെ ആയിട്ടുള്ള ഒരാളാണ് വന്നത്. അയാൾ വന്നിട്ട് ഞാനും ഭക്ഷണം കഴിച്ചിട്ടില്ല, എനിക്കും വേണം എന്ന് പറഞ്ഞപ്പോ രണ്ടാമത്തെ പൊതി ഭക്ഷണം ഞാൻ അയാൾക്കും കൊടുത്തു. പിന്നീട് ഞാൻ വീട്ടിൽ ചെന്നിട്ട്, കാരണം അതുവരെ നമ്മൾ മറ്റുള്ള ചാരിറ്റികളൊക്കെ ചെറിയ രീതിയിലൊക്കെ എല്ലാ ആളുകളും ചെയ്യുന്ന പോലെ എല്ലാത്തിനും കൂടി കൊടുക്കലായിരുന്നു അത്. പക്ഷേ അന്ന് രാത്രി മുതൽ ഞാൻ ആലോചിച്ചത്, ഇതുപോലെ എത്ര ആളുകൾ നമ്മുടെ നാട്ടില് ഭക്ഷണം കഴിക്കാതെ കിടക്കുന്നുണ്ടാവും. അപ്പോ പിന്നീട് അത് ഉറങ്ങിയിട്ടില്ല. എത്രയും പെട്ടെന്ന് നേരം വെളുക്കണം എന്നുള്ള ഒരു ആലോചനയിലായിരുന്നു. നേരം വെളുത്തു. പിന്നെ അത് വൈകുന്നേരം ആവുന്നവരെയും അതേ ചിന്തകൾ തന്നെ ആയിരുന്നു. ഏകദേശം 7-8 മണിയായപ്പോ ഞാൻ എൻ്റെ ബൈക്ക് കൊടുത്ത് ഇങ്ങനെ ഇറങ്ങാണ്. എൻ്റെ ആലത്തൂരിന്റെ പരിസരങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ റോഡ് സൈഡ് കിടക്കുന്ന ആളുകളുടെ എണ്ണം എടുക്കാൻ അങ്ങനെ നോക്കിയപ്പോൾ ഒരു 10-18ഓളം ആളുകൾ ഭക്ഷണം കഴിക്കാതെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അവസ്ഥയാണെങ്കിൽ ഞാനൊരു സാധാരണക്കാരനാണ്, ചെറിയൊരു മൊബൈൽ ഷോപ്പ് കൊണ്ട് ജീവിച്ചു പോകുന്ന ആളാണ്. അപ്പൊ ഇത്രയും ആളുകൾക്ക് ഒരുമിച്ച് എല്ലാ ദിവസവും ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ സാധിക്കില്ല. പിന്നീട് ഞാൻ ആലോചിച്ചത് അതിനൊരു വഴിയായിരുന്നു. അപ്പോൾ എൻ്റെ പരിസരത്തുള്ള ഹോട്ടലുകാരോടൊക്കെ പോയി സംസാരിച്ചു, എനിക്കിങ്ങനെ കുറച്ച് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നുണ്ട്, തരാൻ എന്തെങ്കിലും വഴിയുണ്ടോ ചോദിച്ചപ്പോൾ ഒരുപാട് ആളുകൾ അതിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ഭക്ഷണം എന്നും രാത്രി കളക്ട് ചെയ്യും, ഇതുപോലുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കും. അതിനോടൊപ്പം തന്നെ വസ്ത്രങ്ങള്, അതുപോലെ അവർക്ക് വേണ്ട മരുന്ന്, ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. ആലത്തൂരില് പിന്നീട് കേരളത്തില്. അപ്പോൾ ആലത്തൂരില് നല്ല രീതിയിൽ അത് സക്സസ്ഫുൾ ആയപ്പോ പിന്നീട് എനിക്ക് തോന്നി പാലക്കാട്ടിലേക്ക് കൂടി വ്യാപിപ്പിക്കാമെന്ന്. അങ്ങനെ പാലക്കാടും പോയി. അവിടെയും ഇതുപോലുള്ള ആളുകളുടെ എണ്ണം ഏകദേശം 70-80 ആളുകൾ അന്നുണ്ടായിരുന്നു, ഇപ്പൊ കുറഞ്ഞു. അപ്പൊ അവർക്കും ഇതേപോലെ തന്നെ ഫോളോ ചെയ്തു. അവിടുത്തെ ഹോട്ടലുകളിൽ നിന്ന് കളക്ട് ചെയ്യുക, അത് എത്തിച്ചു കൊടുക്കുക. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ കൊടുക്കുമ്പോൾ ഒരു അരമണിക്കൂർ വേണം, മറ്റേ പാലക്കാട് കൂടി കൊടുക്കുമ്പോൾ 2 മണിക്കൂർ സമയത്തിന്റെ ഒരു പ്രശ്നമുള്ളത്. നമ്മൾ ആദ്യം പാലക്കാട് പോയി കളക്ട് ചെയ്ത് അവിടെ ഭക്ഷണം കൊടുത്ത് തിരിച്ചു വരുമ്പോൾ ആലത്തൂർ കൂടി കൊടുത്തിട്ട് അവസാനിക്കും. അങ്ങനെയായിരുന്നു, അതാണ് തുടക്കം ഈ ഒരു മേഖലയിലേക്ക്. എന്തായാലും ഒരുപാട് രോഗികൾക്കും അശരണർക്കും ഒക്കെ ആലംബമാവുകയാണ് ഈ ഫിറോസ് കുന്നുംപറമ്പിൽ. ഒരുപക്ഷെ അവനവന്റെ ഒരു ജീവിത പരിസരം അല്ലാന്നുണ്ടെങ്കിൽ അവനവന്റെ ഒരു ജീവിത സാഹചര്യം കുറേയൊക്കെ കംഫർട്ടബിൾ ആകുമ്പോഴാണ് ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് വരുന്നത്. താങ്കൾ
ചെറിയൊരു മൊബൈൽ ഷോപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ അവസരത്തിൽ എങ്ങനെയാണ് നാട്ടുകാരുടെ സഹകരണം എങ്ങനെയായിരുന്നു? ആരെങ്കിലും ഇതിനെ ആദ്യം ഈ ഒരു പ്രവർത്തനത്തെ മറ്റേതെങ്കിലും തരത്തിൽ കാണുകയോ ഒരു നിസ്സഹകരണം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ? അല്ല, നാട്ടുകാരുടെ സപ്പോർട്ടൊന്നും ആ സമയത്തില്ല. ഒന്നാമത് നമുക്ക് അതിനാരുടെ കയ്യിൽ നിന്നും ഒരു പൈസയും വേണ്ടിയിരുന്നില്ല. അത് ഫ്രീ ആയിട്ടുള്ളൊരു പരിപാടിയാണ്. എത്ര ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും ഭക്ഷണം തരാനുള്ള ആളുകളുണ്ട്. പിന്നെ ഇപ്പൊ ഒരു 50 രൂപയുടെ പെട്രോൾ മാത്രമാണ് ചെലവ്. അത് ഞാൻ തന്നെ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ പല ആളുകളും അതിനെ നോക്കിക്കാണുന്നത് നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു നല്ലത് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ആദ്യം ആ നല്ലത് ചെയ്യുന്ന ആളുകളെ മാക്സിമം നിരുത്സാഹപ്പെടുത്തുന്ന രീതിയാണല്ലോ. അത് പലപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. 1-2 വ്യക്തികളൊക്കെയാണ് അന്ന് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിട്ടുള്ളത്. കൂടുതലും ആളുകൾക്ക് തോന്നാറുള്ളത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്, അതല്ലെങ്കിൽ അങ്ങനെ ഒരു മറ്റുള്ള രീതികളിലൊക്കെ ആയിരുന്നു. അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ കണ്ടില്ലാതെ നടിച്ച് മുന്നോട്ട് പോയതാണ്. ശ്രീ ഫിറോസ് കുന്നുംപറമ്പലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നത് ഒരു പക്ഷേ അദ്ദേഹത്തിന് നൽകുന്ന മുഖവരിയിൽ വളരെ ചെറുതായിട്ടുള്ളൂ. നമുക്കറിയാം, അദ്ദേഹം വളരെയധികം സുപരിചിതനാണ്. സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എണ്ണി പറയേണ്ട പ്രവർത്തനങ്ങളല്ല അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഒരു പക്ഷേ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഒരു കാവൽ മാലാഖ എന്ന് തന്നെ അദ്ദേഹത്തെ തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാം. ഒരു മാലാഖ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വസ്ത്രധാരണ രീതി. ഈ വസ്ത്രധാരണത്തിന്റെ പുറകിലുള്ള ഇങ്ങനെ ഇത്രയും ലളിതമായി വസ്ത്രധാരണം ചെയ്യണമെന്ന് ഫിറോസിന് തോന്നിയത് ഈ മേഖലയിൽ പ്രവർത്തിച്ചു തുടങ്ങിയതിന് ശേഷമാണ്. അങ്ങനെയല്ല, ജനങ്ങൾക്ക് പറയുന്നത് രാഷ്ട്രീയമല്ല. എന്നാലും സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു KSUവിന്റെ ഒരു പ്രവർത്തനമൊക്കെ ആയിരുന്നു. അപ്പോ നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ കവറിട്ട് കണ്ടിട്ടുള്ള ആ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനോടൊരു ഇഷ്ടം തോന്നി. പിന്നെ ആ സമയത്ത് അങ്ങനെ കവർ യൂസ് ചെയ്യാൻ തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഒഴിവിട്ടുന്ന സമയം, അതായത് യൂണിഫോം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ കവർ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് അതങ്ങനെ ഒരു വൈറ്റിലേക്ക് അങ്ങനെ മാറിയതാണ്. ശരിക്കും ഉപാധികളില്ലാതെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഫിറോസിന് യാതൊരു ഉപാധികളുമില്ല, എന്ത് ചെയ്യുന്ന സമയത്തും ഇല്ല. പ്രത്യേകിച്ച് ഫിറോസിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ തന്നെ നോക്കിയാൽ അറിയാം. ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഇടയിൽ ഏറ്റവും ഒടുവിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ സ്വന്തം കാര്യങ്ങളിൽ വേണ്ടത്ര വ്യാപൃതനാവാൻ കഴിയുന്നില്ല എന്നുള്ള വിഷമം താങ്കൾക്ക് ഉണ്ടാവാറുണ്ട്? തീർച്ചയായിട്ടും സ്വന്തം കാര്യത്തിൽ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 40% മാത്രമേ എനിക്ക് ഇടപെടാൻ കഴിയുന്നുള്ളൂ. കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ എന്താണെങ്കിലും നടക്കില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ വീട്ടിലുള്ള ആളുകൾ, ഭാര്യയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഒക്കെ അവർ കൂടി ഇത് മനസ്സിലാക്കി നമ്മളോട് ആ രീതിയിൽ സഹകരിക്കുന്നത് കൊണ്ടാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അവർ കുറച്ചുകൂടി വാശി പിടിക്കുകയാണെങ്കിൽ എൻ്റെ ഈ പ്രവർത്തനം എനിക്ക് ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഒരു സോഷ്യൽ മീഡിയ ഫലപ്രദമായി എങ്ങനെ മനുഷ്യർക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഉപയോഗിക്കാമെന്ന് കാണിച്ചു തന്ന ആളാണ് ഫിറോസ് കുന്നുംപറമ്പിൽ. ഫിറോസ് കുന്നുംപറമ്പിലാണ് അതിന് മുൻകൈ എടുത്തിരിക്കുന്നത് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ അഭ്യുദയകാംക്ഷികൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഫിറോസിനെ നമുക്ക് കൂടുതൽ പരിചയപ്പെടുത്തി തന്നിരുന്നത്. മനോരമ ഓൺലൈൻ നടത്തിയ ഒരു വോട്ടെടുപ്പിൽ അദ്ദേഹത്തിന്റെ എതിരാളികൾ വരെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു എന്നാണ് കേട്ടിരിക്കുന്നത്. എന്താണ് സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ഇടപെടലിനെ കുറിച്ച് താങ്കൾക്ക് പറയാൻ? ഞാനും ആ സംഭവങ്ങളൊക്കെ കാരണം നമ്മളേറെ ബഹുമാനത്തോടെയും അതല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ഒരാളൊക്കെയാണ് VT ബലറാമൊക്കെ. അതുപോലെ അതിനൊപ്പം എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൽ പല ആളുകളെ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ കാണാൻ പോലും സാധിച്ചിട്ടില്ല. അത്രയും നല്ല റേഞ്ചിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അവരൊക്കെ അങ്ങനെ പറഞ്ഞപ്പോ ഒരു അത്ഭുതം തോന്നി. എനിക്ക് തോന്നിയത് ഇവർക്കൊക്കെ എന്നെ അറിയോ എന്നുള്ള ഒരു തോന്നലായിരുന്നു. സത്യത്തില് അങ്ങനെയാണ്. ഞാൻ എന്താണ് അല്ലെങ്കിൽ ഞാൻ എന്റെ റേഞ്ച് എന്താണ് ഞാൻ ഇതുവരെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഞാൻ അന്ന് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഞാൻ എന്നും എന്നാണ് എന്റെ മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ എനിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തപ്പോ എന്റെ വോട്ട് വരെ ഫിറോസിനാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ സത്യത്തില് എനിക്ക് തോന്നിയത് അതായിരുന്നു. ഇവർക്കൊക്കെ എന്നെ ശരിക്കും അറിയും, അറിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതിക്ക് തന്നെ ആയിരുന്നു. അത്ഭുതമായിരുന്നു അതൊക്കെ. താങ്കളെ കാണുമ്പോഴൊക്കെ ഓരോ നിമിഷത്തിലും ഫോണുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുകിൽ ഫോണിൽ സന്ദേശം വരുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്കറിയാം കൃത്യമായി ഒരുപാട് ആളുകൾ താങ്കളെ വിളിക്കുന്നുണ്ട്. ഈ ഫോണിന്റെ ഉപയോഗം കൊണ്ട് തന്നെ താങ്കൾക്ക് ഒരു പക്ഷേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ല? ഫോണിന്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട്. എന്റെ മറ്റേ എന്താ പറയാ ചെവിയുടെ ഉള്ളില് ഡയഫ്രം ഒരിക്കൽ പൊട്ടിയതായിരുന്നു. ഫോൺ കൂടുതൽ ഉപയോഗിച്ച് ഡയഫ്രം പൊട്ടിയിട്ട് അതിപ്പോ ഓപ്പറേഷൻ ചെയ്തിട്ടാണ് ഈ സൈഡിലേത്. ഈ അതുപോലെ തന്നെ റൈറ്റ് സൈഡിലെ ചെവിയുടെ ചെറിയ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, കണ്ണിനും ഒക്കെ പ്രശ്നങ്ങളാണ്. പിന്നെ നമുക്കത് ശ്രദ്ധിക്കാതിരിക്കാനും കഴിയില്ല.
ഇപ്പൊ രാത്രിയൊക്കെ വാട്സപ്പ് ഓഫ് ചെയ്ത് വെച്ചിട്ട് രാവിലെ അത് ഓൺ ചെയ്യുമ്പോൾ ചുരുങ്ങിയത് 1000 മെസ്സേജെങ്കിലും ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതിനകത്ത് ചിലതിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കും. കാരണം അതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥ, എനീറ്റേ മൊബൈലിലേക്ക് തന്നെ നോക്കണം. കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ആയതുകൊണ്ട് ഫോണിലേക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പൊ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ചില അവസരങ്ങളിലൊക്കെ നമ്മുടെ ഉദ്ദേശശുദ്ധി പലർക്കും മനസ്സിലാവാതെ വരും. പലരും അതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കും. പലരും പറയും പബ്ലിസിറ്റിയുടെ സംഗതിയാണ് എന്നുള്ളത്. അത്തരം വിമർശനങ്ങൾ ഫിറോസിനെ നേരിടുകയും താങ്കൾ വ്യാപരിക്കുന്ന മേഖലയിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാവുകയും ചെയ്തു? തുടക്കം മുതൽ ഇന്ന് വരെയും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൊക്കെ. കാരണം സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മൾ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ ചാരിറ്റി പ്രവർത്തനം ഒരിക്കലും വായ കെട്ടിപ്പിടിച്ചിട്ടോ അല്ലെങ്കിൽ കണ്ണിങ്ങനെ കുത്തിപ്പിടിച്ചിട്ടോ നടത്താൻ കഴിയില്ല. അത് ജനങ്ങളോട് വിളിച്ചു പറയുമ്പോൾ അവർ കാണുന്ന രീതിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുള്ളൂ. അപ്പൊ പബ്ലിസിറ്റി തന്നെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം. പബ്ലിസിറ്റി എന്ന് പറയുന്നത് എന്റെ പബ്ലിസിറ്റി അല്ല. നമ്മളൊരു വീഡിയോ എടുത്തിട്ട് ആ രോഗിനെ നമ്മൾ പുറത്ത് കാണിക്കുമ്പോഴാണ് കൊണ്ടുവരിക. ഒപ്പം തന്നെ അതിലേക്ക് വന്ന എമൗണ്ട് എത്രയാണ് എന്ന് വിളിച്ചു പറയുമ്പോഴാണ്, ആ ക്ലോസ് ചെയ്തു എന്ന് വിളിച്ചു പറയുമ്പോഴാണ് ആളുകൾക്ക് ഒരു തന്ന ആളുകൾക്ക് ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. അപ്പോൾ പലപ്പോഴും ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. അപ്പൊ 50 ലക്ഷം കിട്ടി 60 ലക്ഷം കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് തോന്നുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അതെന്തിനാ വിളിച്ചു പറയണം, അത് പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ അറിയില്ലല്ലോ. അപ്പൊ ഒന്ന് കേരളത്തിലെ ഒരു സാഹചര്യമായതുകൊണ്ട് പിന്നെ ഇപ്പോ ഈ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ട ഒരാളുടെ, എനിക്ക് ആളുടെ പേര് ഓർമ്മയില്ല, ആള് പറഞ്ഞത് ഫിറോസ് ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെ പര്യടനത്തിന് പോകും, അതല്ലെങ്കിൽ ഈ കടകളുടെ ഷോപ്പുകളുടെ ഒക്കെ ഇനാഗ്രേഷനൊക്കെ ആയിട്ട് പോകുമ്പോ ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യണ്ടേ എന്നുള്ള രീതിയിൽ ചോദിച്ചു. സത്യത്തില് അദ്ദേഹം ആ ചോദ്യം ചോദിക്കേണ്ടത് ജനപ്രതിനിധികളോടാണ്. കാരണം ഞാൻ എന്റെ കടമ നിർവഹിക്കാൻ ഇറങ്ങിയ ഒരാളാണ്. അത് ആരുടെയും ശമ്പളത്തിനോ അതല്ലെങ്കിൽ മറ്റൊന്നിനോ അല്ല. പക്ഷേ അല്ല, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അദ്ദേഹം ചോദിച്ചതിൽ എനിക്ക് സന്തോഷമുള്ളൂ. കാരണം കേരളത്തില് ഇത്തരം ആളുകളുടെ ഒരു ഉത്തരവാദിത്വം എന്താ പറയുക എനിക്കുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ടാണ് ചോദിച്ചത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് അതിനൊരു മറുപടി എന്താണെന്ന് വെച്ചാല്, ഞാൻ എവിടെ ഇനാഗ്രേഷന് പോയാലും ഏത് ഉദ്ഘാടനങ്ങൾക്ക് പോയാലും അതിൽ നിന്നും കിട്ടുന്ന പൈസ മുഴുവൻ എന്റെ വാഹനത്തിന്റെ ഡീസൽ അടിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ പാവപ്പെട്ട രോഗികൾക്ക് തന്നെ ഞാൻ വീതിച്ചു കൊടുക്കും. അതൊന്നും ആർക്കും അറിയാത്തതല്ല ഫിറോസ്. തീർച്ചയായിട്ടും ഒരു എന്താ പറയാ നന്മയുടെ ഒരു അവധൂതൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും താങ്കളെ കേരളത്തിലെ എല്ലാവർക്കും അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഇന്ന് അറിയാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഈ നന്മയുടെ നക്ഷത്രങ്ങൾ മറ്റുള്ളവരിലേക്കും പ്രതിഫലിപ്പിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ. ഇനിയും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിയട്ടെ എന്ന് താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആശംസിക്കുകയാണ്. താങ്കൾക്ക് അതിനുള്ള ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാവട്ടെ. എന്തായാലും ഖത്തറിൽ വന്നതിനും താങ്കൾ ഇവിടെ എനിക്ക് തോന്നുന്നു തണലിന്റെ പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കും കൂടി എന്താണ് ഈ പ്രവർത്തനങ്ങൾ എന്നുള്ളതൊന്ന് പറയേണ്ടിയിരിക്കുന്നു. താങ്കൾ പറഞ്ഞോളൂ. നിങ്ങൾക്കും ഇതിൽ ജോയിൻ ചെയ്യാം. ഏതിൻ്റെതായിരുന്നു ഉദ്ദേശിച്ചത്? തണൽ സൗഹൃദ വേദിയിൽ താങ്കൾ നാളെ എത്തുകയാണല്ലോ. നാളത്തെ പരിപാടികളെ കുറിച്ച് പറയാൻ ഞാൻ തണലിന്റെ ഭാരവാഹികളെ കൂടി ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. തണൽ ചാവക്കാട് ഖത്തർ കൂട്ടായ്മയുടെ ഫസ്റ്റ് ആനിവേഴ്സറി ഈ വരുന്ന ഫെബ്രുവരി 14-ാം തീയതി വ്യാഴാഴ്ച ICC അശോക ഹാളിൽ വെച്ചാണ് നടത്തുന്നത്. ഈ തണലിൽ ഇത്തിരി നേരം, ഇതാണ് ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ. കല, സാംസ്കാരിക, സാമൂഹിക രംഗങ്ങളിലും ഖത്തറിലെ വിശിഷ്ട വ്യക്തികളെയും, അതായത് ബിസിനസ് രംഗത്തും ഉള്ള വിശിഷ്ട വ്യക്തികളെയും ഞങ്ങളിവിടെ ആദരിക്കുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഫിറോസ് കുന്നംപറമ്പിലാണ്. അതേപോലെ സെലീം കോടത്തൂർ നയിക്കുന്ന ഗാനമേളയും നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹപൂർവ്വം സന്തോഷത്തോടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ എന്ന നിലയിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതെവിടെ വെച്ചാണെന്ന് പറഞ്ഞില്ല, എവിടെ വെച്ചാണ്, എത്ര മണിക്കാണ്, നല്ല എല്ലാവരും. ICC ഇത് ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് ICC അശോക ഹാൾ അബുഹമൂർ. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുക. ഞങ്ങളെ വളരെ അധികം സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു.
എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മളേവരും കാണാൻ കൊതിച്ചിരുന്ന ശ്രീ ഫിറോസ് കുന്നുംപറമ്പിൽ, സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ കാവൽ മാലാഖ എന്നതിന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ ഫിറോസ് കുന്നുംപറമ്പിലിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ റേഡിയോസിനുടെ ഈ സ്റ്റുഡിയോ ധന്യമായിരിക്കുകയാണ്. ഇനിയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നന്മയുടെ നക്ഷത്രങ്ങൾ പുകലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി.